കമ്പ്യൂട്ടർ സയൻസിൽ S6 ഒത്തിരി പേർക്ക് സപ്ലി അടിച്ചിട്ടുള്ളൊരു പേപ്പറായിരിക്കും ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം. എന്തുകൊണ്ട് ഈ എക്സാമിന് സപ്ലി അടിക്കുന്നു അതാദ്യം അറിയണം. ആ സബ്ജക്റ്റ് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം, ഇതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞു, പഠിക്കുന്നത് പലപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം, ഒരു ഓർഡർ ഇല്ലാതെ ആ സിലബസിൽ തന്നേക്കുന്ന ഓർഡറിൽ പഠിച്ചു പോകും. സിലബസിൽ തന്നേക്കുന്ന ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു തേർഡ് മൊഡ്യൂൾ വരെ എത്തും. തേർഡ് മൊഡ്യൂൾ വരെ എത്തുന്ന ടൈമിൽ ബാക്കി ടോപ്പിക്സ് പഠിക്കാനും പറ്റത്തില്ല, കൺഫ്യൂഷനായിട്ട് അവസാനം ഒന്നും എഴുതാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ ട്രീസ് ഉണ്ട്, റെഡ് ബ്ലാക്ക് ട്രീ, AVL ട്രീ, ഇവരുടെ റൊട്ടേഷൻസ് കിടന്ന് കറങ്ങും. ഈ റൊട്ടേഷൻസ് കാരണം തന്നെ ഒന്നും മനസ്സിലാകാത്ത കിളി പറന്നിരിക്കുന്നൊരവസ്ഥയായിപ്പോൾ. ഇത്തവണ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഓർഡറിലൊന്ന് പഠിച്ചു നോക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാം. ഓക്കെ, ഫസ്റ്റ് പഠിക്കേണ്ടത് 6th മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്. 6th മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിൽ എന്താ ഉള്ളത്? കോംപ്ലക്സിറ്റി തിയറി. 6th മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിൽ കോംപ്ലക്സിറ്റി തിയറിക്കകത്ത് P ആൻഡ് NB, NBക്കകത്ത് NB ഹാർഡ്, NB കംപ്ലീറ്റ്, ഈ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് പഠിക്കണം. അതുപോലെ പോളിനോമിയൽ ടൈം റെഡ്യൂസിബിലിറ്റി. ഈ പോളിനോമിയൽ ടൈം റിഡക്ഷനും NB ഹാർഡ്, NB കംപ്ലീറ്റും ഇതിൻ്റെയൊക്കെ തിയറിയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എല്ലാ ടോപ്പിക്സിലും ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് അതിൻ്റെ തിയറി എന്നാണ്. ഓരോ ടോപ്പിക്സിൻ്റെ തിയറി സൈഡ് ആദ്യം മനസ്സിലാക്കണം. തിയറി സൈഡ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ പ്രോബ്ലംസിലേക്ക് നോക്കേണ്ടത്. ഓക്കെ, അത് മറക്കരുത്. അത് ഈ സബ്ജക്റ്റ് ത്രൂ ഔട്ട് അങ്ങനെ ഒരു ഓർഡറിൽ തന്നെ പോകുക. ആദ്യം തിയറി, നെക്സ്റ്റ് വേണം പ്രോബ്ലം. ഓക്കെ, ശരി. ഇവിടെ NB ഹാർഡ്, NB കംപ്ലീറ്റ്, NBക്കകത്ത് NB ഹാർഡ്, NB കംപ്ലീറ്റ് ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ക്ലിക്ക് പ്രോബ്ലം ഈസ് NB കംപ്ലീറ്റ്. അങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ക്ലിക്ക് പ്രോബ്ലം പഠിക്കുക. മാക്സിമം ഒരു 1 hour ഇവിടെ നിന്ന് കാര്യമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലേ ഈ ടോപ്പിക്സ് ഒക്കെ പഠിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ചലഞ്ച് ഏറ്റെടുക്കുക. 1 hourൽ ഈ ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യും. ശ്രമിച്ചു നോക്കി, പറ്റും. ഓക്കെ, ദെൻ ഇനി പഠിക്കേണ്ടത്, ഇതിപ്പോൾ 6th മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ്. 6th മൊഡ്യൂളിൽ കുറച്ച് ടോപ്പിക്സ് പെൻഡിങ് കിടപ്പുണ്ട്, അതിലേക്ക് ഒന്നും പോയിട്ടില്ല. ഇനി പഠിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? 4th മൊഡ്യൂൾ, 5th മൊഡ്യൂൾ, 6th മൊഡ്യൂൾ, ഈ 3 മൊഡ്യൂൾസും കൂടെ ക്ലബ്ബ് ചെയ്ത് വേണം ഇനി പഠിക്കേണ്ടത്. മൊഡ്യൂൾ വൈസ് അല്ല, ഞാൻ പറയുന്ന ഓർഡർ വൈസ് ആദ്യം ടോപ്പിക്സ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് മൊഡ്യൂളിലേക്ക് നോക്കുന്ന ടൈമിൽ ഈ ടോപ്പിക്സ് ഒക്കെ, ഈ മൊഡ്യൂൾസ് ഒക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് ആദ്യം എഴുതി വെച്ചേക്കണം. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഈ തിയറി സൈഡ് ആദ്യം നോക്കുക. അത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാനായിട്ട്. ആദ്യം ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്. എന്താണ് ഈ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്? ഡിവൈഡ്, കോൺകർ ആൻഡ് കമ്പൈൻ, അതാണ് ഒറിജിനലി നടക്കുന്ന കാര്യം അതിനകത്ത്. പക്ഷെ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് എന്ന് ആദ്യം പഠിക്കണം. തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് പിന്നീട് നോക്കാം. തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പഠിക്കേണ്ടത് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. എന്തുവായി ഡൈനാമിക് പ്രോഗ്രാമിംഗ്? ഡൈനാമിക് പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ടൈമിൽ കുറച്ച് ടേംസും കൂടെ പഠിച്ചു വെച്ചേക്കണം. ഫീസിബിൾ സൊല്യൂഷൻ, ഒപ്റ്റിമൽ സൊല്യൂഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി, ഇങ്ങനെ ചെറിയ ചെറിയ ടേംസ് ഉണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ആവശ്യമുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. ഡൈനാമിക് പ്രോഗ്രാമിങ്ങിനകത്ത് സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സ് പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നന്നായിട്ട് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ പഠിച്ച 2 പേരില്ലേ, ഡിവൈഡ് ആൻഡ് കോൺകർ, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഈ 2 പേരും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈനാമിക് പ്രോഗ്രാമിങ്ങും ഡിവൈഡ് ആൻഡ് കോൺകറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നിങ്ങൾക്കത് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും എന്താണ് ഈ ഡിവൈഡ് ആൻഡ് കോൺകർ എന്നും എന്താണ് ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്നും. ഇതിൻ്റെ പ്രോബ്ലംസ് ബാക്കിയുണ്ട്, അതവിടെ നിൽക്കട്ടെ. നേരെ ഗ്രീഡി സ്ട്രാറ്റജിയിലേക്ക് പോകാം. എന്താണ് ഈ ഗ്രീഡി സ്ട്രാറ്റജി? ആ വേർഡിൽ തന്നെ മീനിങ് കിടപ്പുണ്ട്, അത്യാഗ്രഹം അല്ലേ? ആ ഗ്രീഡി എന്താണ് എന്നുള്ളത് ഒരു പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിന് നല്ലൊരു പ്രോബ്ലം ഉണ്ട്, നാപ്സാക്ക് പ്രോബ്ലം. നാപ്സാക്ക് പ്രോബ്ലം പിന്നീട് നോക്കാം, എങ്കിലും ആദ്യം തിയറി സൈഡ് നോക്കുക. തിയറി സൈഡിൽ ഗ്രീഡി അൽഗോറിതം ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീഡി സ്ട്രാറ്റജി എന്താണെന്ന് ചോദിക്കും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ആദ്യം പഠിക്കണം. ഡിവൈഡ് ആൻഡ് കോൺകർ, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഗ്രീഡി സ്ട്രാറ്റജി. നെക്സ്റ്റ് വൺ, ബാക്ക് ട്രാക്കിംഗ്. നമ്മളെല്ലാവരും
ലൈഫിൽ ഒത്തിരി ടൈംസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബാക്ക് ട്രാക്കിംഗ്. അതിന് ഞാനൊരു ഹിന്റ് പറഞ്ഞുതരാം. കുട്ടിക്കാലത്ത് ഈ ബാലരമയിലും കളിക്കുടുക്കയിലൊക്കെ വഴി കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഗെയിം ഉണ്ടായിരുന്നില്ലേ? ഈ വഴി കണ്ടെത്താനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ടൈമിൽ ചിലപ്പോൾ ആ വഴി ബ്ലോക്ക് ചെയ്യും. അവിടെ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് ബാക്കിലേക്ക് വരും. അതായത് ഈ പോകുന്ന വഴിയിൽ തന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും മറ്റൊരു വഴി കണ്ടു കാണും. അത് നോക്കാതെ ആയിരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് പോയത്. സ്ട്രെയിറ്റ് ആയിട്ട് പോയപ്പോൾ ഒരു ഡെഡ് എൻഡ് ആണ് ആ ക്ലോസിങ്. ആ ഡെഡ് എൻഡ് ആയ ടൈമിൽ തിരികെ വന്ന് മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോകും അല്ലേ? ഇങ്ങനെ ഡെഡ് എൻഡ് ആകുമ്പോൾ ബാക്കിലേക്ക് വന്നിട്ട് നെക്സ്റ്റ് സൊല്യൂഷനിലേക്ക് പോകുന്നതാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ്. ഇത് ഇവിടെ പഠിച്ചു വെച്ചേക്കണം. കാരണം ഇവിടെയും ഒരു പ്രോബ്ലം ഉണ്ട്, N ക്യൂൺസ് പ്രോബ്ലം. 4 ക്യൂൺസും 8 ക്യൂൺസും. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് നമുക്കുണ്ട്. ഈ ഡിഫറെൻറ്റ് പ്രോബ്ലംസിന് സോൾവ് ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഈ കാര്യങ്ങളൊക്കെ. ഡിഫറെൻറ്റ് മെത്തേഡ്സ് മീൻസ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്. ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഗ്രീഡി മെത്തേഡ്, ബാക്ക് ട്രാക്കിംഗ്, ഡിവൈഡ് ആൻഡ് കോൺകർ, റിക്കേഴ്സീവ്, ഐട്രേറ്റീവ്, അതൊക്കെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഇങ്ങനെ പല ടെക്നിക്സ് ഫ്രണ്ടിലുണ്ട്. ഈ ടെക്നിക്സിൽ ഏതെങ്കിലും ടെക്നിക്ക് അപ്ലൈ ചെയ്തിട്ടായിരിക്കും ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം തന്നെ ഒന്നിൽ കൂടുതൽ ടെക്നിക്സ് ഉണ്ടായിരിക്കും. അവിടെ ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് അത് ചെയ്യാം. ഇതാണ് ഈ സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാനുള്ളൊരു ടൈം ഇപ്പോൾ ഇല്ല. ബാക്ക് ട്രാക്കിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ബാക്കിയുണ്ട്, അതവിടെ നിൽക്കട്ടെ. എൻ്റെ ഒരു സജഷൻ, ഇവിടെ വെച്ചിട്ട് ഈ പഠിച്ച കാര്യങ്ങളുടെ പ്രോബ്ലംസിലേക്ക് കയറാം. ഏതിൻ്റെയൊക്കെയാ? ഡിവൈഡ് ആൻഡ് കോൺകർ, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഗ്രീഡി സ്ട്രാറ്റജി, ബാക്ക് ട്രാക്കിംഗ്. ഈ 4 ടോപ്പിക്സിൻ്റെ പ്രോബ്ലംസ് ഇന്ന് നന്നായിട്ട് പഠിക്കണം. ഇവിടെ ഞാനൊരു ഐഡിയ പറയാം. നാപ്സാക്ക് പ്രോബ്ലം ആദ്യം പഠിക്കണം. എന്താണ് ഈ നാപ്സാക്ക് പ്രോബ്ലം എന്നൊരു കോമൺ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് ഗൂഗിളിലും സെർച്ച് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്ക് ടൈമില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്യാമായിരുന്നു. ഓക്കെ, എന്താണ് ഈ നാപ്സാക്ക് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് 2 ടൈപ്സ് ഉണ്ട്. 0-1 നാപ്സാക്ക് പ്രോബ്ലം, അതുപോലെ ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലം. നാപ്സാക്ക് പ്രോബ്ലം പഠിക്കുന്ന ടൈമിൽ തന്നെ ഈ 2 ടൈപ്സും കൂടെ പഠിക്കണം. 0-1 നാപ്സാക്ക് പ്രോബ്ലം, എയ്തർ ടേക്ക് ഓർ ലീവ്. അതാണ് 1-0 എടുക്കുന്നത്. ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 1, എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 0. അതാണ് 0-1. ഓക്കെ, 0-1 നാപ്സാക്ക് പ്രോബ്ലം ഇതാണ് പ്രത്യേകത. ഫ്രാക്ഷണൽ നാപ്സാക്കിൻ്റെ പ്രത്യേകത, ഒരു ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഫ്രാക്ഷണൽ വേയിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് വളരെ ജനറലായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഓക്കെ, ഈ 0-1 നാപ്സാക്കും ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലം എന്താണെന്ന് ആദ്യം പഠിക്കുക. എന്നിട്ട് ഈ 2 പ്രോബ്ലംസ് ഞാൻ നേരത്തെ പറഞ്ഞ 2 ടെക്നിക്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കണം. ബാക്ക് ട്രാക്കിങ്ങിൻ്റെ എക്സാമ്പിളാണ് 0-1 നാപ്സാക്ക്. ഫ്രാക്ഷണൽ നാപ്സാക്ക് ഉണ്ടല്ലോ, ഫ്രാക്ഷണൽ നാപ്സാക്ക് വന്നിട്ട് ഗ്രീഡി അൽഗോരിതത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ്. ഓക്കെ, ഇത് 2 മനസ്സിലാക്കാം. ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ നാപ്സാക്ക് പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അറിഞ്ഞിരിക്കണം, 0-1ഉം ഫ്രാക്ഷണലും. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ടെക്നിക്കിലാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്, ബാക്ക് ട്രാക്കിങ്ങും ഗ്രീഡി മെത്തേഡും. ഓക്കെ, ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നാപ്സാക്ക് എന്ന ഒരു പ്രോബ്ലം പഠിക്കുന്ന ടൈമിൽ തന്നെ 2 പേരുടെ ഓരോ എക്സാമ്പിൾസും പഠിച്ചു കഴിയും. നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഇവിടെ ഓരോ ടെക്നിക്സ് പഠിക്കുന്ന ടൈമിലും ആ ടെക്നിക്സിൻ്റെ ഒരു എക്സാമ്പിളെങ്കിലും മിനിമം പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ എക്സാമ്പിൾ ആദ്യം നോക്കി വെച്ചിട്ട് ആ എക്സാമ്പിളിൻ്റെ കോംപ്ലക്സിറ്റി കൂടെ പഠിച്ചു വയ്ക്കുക. ഇവിടെ 2 ടെക്നിക്സിൻ്റെ ഓരോ എക്സാമ്പിൾസ് വീതം കിട്ടി അല്ലേ? ഇനി ബാക്ക് ട്രാക്കിങ്ങിന് മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്, ദാറ്റ് ഈസ് N ക്യൂൺസ് പ്രോബ്ലം. N ക്യൂൺസ് ചെസ് കളിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടും, മറ്റുള്ള ആൾക്കാർക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും ഈ N ക്യൂൺസ് പ്രോബ്ലം. N ക്യൂൺസ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിനെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 4 ക്യൂൺസ് ആൻഡ് 8 ക്യൂൺസ്. 4 ക്യൂൺസ് ഒരു 4x4 സ്ക്വയർ ചെസ് ബോർഡിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോർഡിനകത്ത് പ്ലേസ് ചെയ്തിട്ട് ഈ ക്യൂൺസിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. ഡയഗണലായിട്ട് മൂവ് ചെയ്യാം, ഫ്രണ്ട്, സൈഡ്, ഇങ്ങനെ പല രീതിക്ക് മൂവ് ചെയ്യാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞ ചെസ് കളിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഈ സാധനം കിട്ടും. ഈ ക്യൂൺസിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട് ക്യൂൺസ് നമ്മൾ അറ്റാക്ക് ചെയ്യാതെ ഇരിക്കുന്ന പൊസിഷൻ കണ്ടുപിടിക്കുക. ഇവിടെ ബാക്ക് ട്രാക്കിംഗ് ആണ് ബെസ്റ്റ് മെത്തേഡ്. ഇവിടെ ആദ്യം 4 ക്യൂൺസ് പഠിക്കണം. 4 ക്യൂൺസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കി അതിന് സൊല്യൂഷൻ കിട്ടും. 8 ക്യൂൺസ് അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല. 4 ക്യൂൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ 8 ക്യൂൺസ് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് സോൾവ് ചെയ്ത് പഠിച്ച് വരാൻ കുറച്ച് ടൈം എടുക്കും. എൻ്റെ സജഷൻ
ഫോർ ക്യൂൺസ് അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ക്യൂൺസിന് 4-5 സ്റ്റെപ്സ് കൊണ്ട് ഫോർ ക്യൂൺസ് വരച്ച് വളരെ വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. പക്ഷേ 8 ക്യൂൺസ് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. സോ 8 ക്യൂൺസ് എഴുതേണ്ടത് ആദ്യത്തെ 2 സ്റ്റെപ്സ് വരയ്ക്കുക, ദെൻ ഡോട്ട് ഇട്ട് പോവുക, എക്സെട്ര. ലാസ്റ്റ് വന്നിട്ട് ലാസ്റ്റ് ഔട്ട്പുട്ട് എന്താണോ അല്ലെങ്കിൽ ഫൈനൽ സൊല്യൂഷൻ എന്താണോ അത് മാത്രം വരച്ച് കാണിക്കുക. ഓക്കെ, എൻ ക്യൂൺസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത്, ഒരു ടെക്നിക്ക് മാറ്റി വെച്ചു, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഇപ്പോൾ പഠിക്കേണ്ട ടൈമാണ്. ഇതോടൊപ്പം ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് പഠിക്കാം, കാരണം എൻ ക്യൂൺസ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിലും സോൾവ് ചെയ്യാൻ പറ്റും. സോ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് കൂടെ ഇപ്പോൾ പഠിക്കാം. പഠിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് സ്റ്റേറ്റ് സ്പേസ് ട്രീ, ഫോർ ക്യൂൺസ് പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ് സ്പേസ് ട്രീ വരയ്ക്കാനായിട്ട് ചോദിക്കാം. സോ ഇവിടെ തന്നെ സ്റ്റേറ്റ് സ്പേസ് ട്രീ കൂടെ വരച്ച് പഠിക്കണം. ഓക്കെ, ഇങ്ങനെ 2-3 ടെക്നിക്സിനെ കോമൺ ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മൊഡ്യൂൾസും കവറാവും, പെട്ടെന്ന് പഠിച്ച് തീർക്കാനും പറ്റും. ബാക്ക് ട്രാക്കിംഗ്, ഗ്രീഡി അൽഗോരിതം, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്, ഈ 3 ടെക്നിക്സും അവരുടെ എക്സാമ്പിൾസും കഴിഞ്ഞു. ഇനിയുള്ളത് ഡൈനാമിക് പ്രോഗ്രാമിംഗ്, അതുപോലെ ഡിവൈഡ് ആൻഡ് കോൺക്വർ. മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇനി നേരെ പഠിക്കേണ്ടത് മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ പ്രോബ്ലം. ഡൈനാമിക് പ്രോഗ്രാമിംഗ് വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. ഇതുപോലെ മറ്റൊരു പ്രോബ്ലം കൂടി ഉണ്ട്, ബെൽമാൻസ് ഫോർഡ്. ഈ 2 ടോപ്പിക്സും പഠിച്ച് കഴിയുമ്പോൾ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൻ്റെ ഏരിയ കൂടെ കഴിയും. ഇത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് ഡിവൈഡ് ആൻഡ് കോൺകർ. ഞാൻ ഈ പറയുന്ന കാര്യം കുറച്ച് ടഫാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. കാരണം ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളിനകത്തും ഒരുപാട് ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് അവസാനം മനസ്സിലാവും, വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഡിവൈഡ് ആൻഡ് കോൺകറിൻ്റെ പ്രോബ്ലം. ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്സിനകത്ത് പ്രോബ്ലംസ് വരുന്നത് മെർജ് സോർട്ട് അൽഗോരിതം. ഓരോ പ്രോബ്ലംസും പഠിക്കുന്ന ടൈമിൽ ഇതിൻ്റെ കോംപ്ലക്സിറ്റി കൂടെ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കാം. മനസ്സിലാക്കി വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് കോംപ്ലക്സിറ്റി എന്താണെന്നുള്ളത് താഴെ എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ വിട്ടുപോയി, സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇത്രയും ടോപ്പിക്സ് പഠിച്ച് കഴിയുമ്പോൾ നല്ല രീതിക്ക് മടുക്കും. പക്ഷേ മടുക്കരുത്, പാസ്സാകേണ്ടതാണ്. ഒരു കാരണവശാലും മടുപ്പിക്കരുത്. എങ്ങനെയും ഈ സബ്ജക്റ്റ് പഠിച്ചെടുക്കാം അല്ലേ? അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുക, നേരെ എങ്ങോട്ട് പോകുക, സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവാം. അത് ഫസ്റ്റ് ടൈം ടഫായിട്ട് തോന്നും, പക്ഷേ സെക്കൻഡ് ടൈം ആകുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും. 2-3 വട്ടം ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നും. ഇതുവരെ ആയപ്പോൾ 4th, 5th ആൻഡ് 6th മൊഡ്യൂൾ, ഈ 3 മൊഡ്യൂൾസ് ഏകദേശമായി ഒരു ടോപ്പിക്ക് പെൻഡിങ് ഉണ്ട്. ദാറ്റ് ഈസ് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ. ക്രസ്കൽസ് പ്രിൻസ് അൽഗോറിതംസ് പെൻഡിങ് ഉണ്ട്. അത് പെൻഡിങ് ഇട്ടതല്ല, സ്കിപ്പ് ചെയ്യരുത്. അതിന് ഞാൻ മാറ്റി വെച്ചതാണ്, അത് പിന്നീട് നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കണം. കാരണം ഇതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് എല്ലാ വട്ടവും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനകത്ത് യാതൊരുവിധ കോംപ്രമൈസും കൊടുക്കാതെ സെക്കൻഡ് ടൈം ഒന്നും കൂടെ പഠിക്കുക. ആദ്യം ഒരു തവണ പഠിച്ച് ഓക്കെ ആണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ റിവൈസ് ചെയ്ത് ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം എന്ന് ഉറപ്പിച്ച് പഠിക്കണം. ഓക്കെ, ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി എങ്ങോട്ട് പോകേണ്ടത്, 3rd മൊഡ്യൂളിലേക്ക് പോകേണ്ടത്. ഈ 3rd മൊഡ്യൂളിനകത്താണ് ഗ്രാഫ് കാണുന്നത്. ആദ്യം ഗ്രാഫ് പഠിക്കാം. ഓൾറെഡി ഡാറ്റാ സ്ട്രക്ചറിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഗ്രാഫ്. ആ ഗ്രാഫ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ വെറുതെ ഒന്ന് ഡാറ്റാ സ്ട്രക്ചറിൻ്റെ നോട്ട്ബുക്കോ ടെക്സ്റ്റ് ബുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ നോക്കുക. വെർട്ടിസസിൻ്റെയും എഡ്ജസിൻ്റെയും ഒരു കളക്ഷനാണ് ഗ്രാഫ്. ഒരു ഹയറാർക്കി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് മതി ഗ്രാഫ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രാഫിനകത്ത് തന്നെ വെയ്റ്റഡ് ഗ്രാഫ് ഉണ്ട്. വെയ്റ്റഡ് ഗ്രാഫാണ് ഇവിടെ കൂടുതൽ ആവശ്യം വരുന്നത്. എന്താണ് ഈ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് നോക്കണം. ഓക്കെ, എഡ്ജസിനകത്ത് വാല്യൂ വരുന്നതാണ് വെയ്റ്റഡ് ഗ്രാഫ്. ഓക്കെ, ഈ വെയ്റ്റഡ് ഗ്രാഫൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞിട്ട് ഗ്രാഫ് ട്രാവേഴ്സൽ പഠിക്കണം. ഗ്രാഫ് ട്രാവേഴ്സലിനകത്ത് 2 പേരുണ്ട്, BFS ഉണ്ട്, DFS ഉണ്ട്. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും ഡെപ്ത് ഫസ്റ്റ് സെർച്ചും. ഒരാൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഒരാൾ ക്യൂ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡാറ്റാ സ്ട്രക്ചറിൽ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? ഡാറ്റാ സ്ട്രക്ചറിനകത്ത് സ്റ്റാക്ക് പഠിച്ചു, ക്യൂ പഠിച്ചു, ട്രീ പഠിച്ചു, ഗ്രാഫ് പഠിച്ചു, ലിങ്ക്ഡ് ലിസ്റ്റ് പഠിച്ചു, സോർട്ടിംഗ് അൽഗോറിതംസ് പഠിച്ചു. ഇതൊക്കെ ഇവിടെ വീണ്ടും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, BFSഉം DFSഉം ഈ 2 പേരിലായിട്ട് സ്റ്റാക്കും ക്യൂവും ഉണ്ട്. ഇത് ഓർത്തിരിക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ആർക്കാണ് ക്യൂ ആവശ്യമുള്ളത്, ആർക്കാണ് സ്റ്റാക്ക് ആവശ്യമുള്ളത്, ഇത്രയേ ഉള്ളൂ. ആൽഫബറ്റിക് ഓർഡറിലൊന്ന് എഴുതി നോക്കാം. ABCD അങ്ങനെ എഴുതി പോകുന്ന ടൈമിൽ ആദ്യം B വരും അല്ലേ, ദാറ്റ് ഇസ് BFS. അത് കഴിഞ്ഞിട്ട് BCD DFS. ഓക്കെ, ആ BFS ആദ്യം എഴുതി വയ്ക്കുക, തൊട്ട് താഴെ DFS എഴുതി വയ്ക്കുക. ഈ ആൽഫബറ്റിക് ഓർഡർ ഇങ്ങനെ പോകുന്ന ടൈമിൽ PQRS, Q ആണ് ആദ്യം വരുന്നത്, S ആണ് രണ്ടാമത് വരുന്നത്.
നേരത്തെ BFS എഴുതി തൊട്ട് താഴെ DFS എഴുതി വെക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് PQR എഴുതിയ ടൈമിൽ Q ആണ് ആദ്യം കിട്ടിയത്, അത് കഴിഞ്ഞ് S ആണ് ആദ്യം കിട്ടിയത്. ഇത് എഴുതി നോക്കുമ്പോൾ ആദ്യം വന്ന ആൾക്കാണ് ആദ്യം വന്ന Q വരുന്നത്, അതായത് BFSനാണ് Q. രണ്ടാമത് കിട്ടിയതായിരുന്നു DFSന് സ്റ്റാക്ക്. ഇത് മറക്കണ്ട. ഇനി Qൻ്റെയും സ്റ്റാക്കിൻ്റെയും ഓപ്പറേഷൻ കൂടെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ കണ്ടീഷൻസ് അവർക്കൊക്കെയാണ് Q ആകുമ്പോൾ രണ്ട് സൈഡും ഓപ്പൺ ആയിരിക്കും, സ്റ്റാക്ക് ആകുമ്പോൾ ബോട്ടം സൈഡ് ക്ലോസ്ഡ് ആയിരിക്കും. ഇതിനനുസരിച്ചാണ് ഈ അൽഗോരിതത്തിൽ വേരിയേഷൻ വരുന്നത്. അല്ലാതെ രണ്ടുപേരും വർക്കിംഗ് അല്ലെങ്കിൽ അവരുടെ ലോജിക്ക് സെയിം ആണ്. പക്ഷേ സ്റ്റാക്കിൻ്റെയും Qൻ്റെയും ബിഹേവിയർ മാറുന്നതനുസരിച്ചിട്ട് ഈ അൽഗോരിതത്തിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് രണ്ടും കൂടെ കോമൺ ആയിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പേര് DFSും BFSും പെട്ടെന്ന് പഠിച്ചു തീർക്കാനും പറ്റും. ഓക്കെ, ഞാൻ അങ്ങനെ പഠിച്ചിരുന്നത്. ഞാൻ DFSും BFSും കമ്പയർ ചെയ്ത് തന്നെയാണ് പഠിച്ചത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. ഈ ഗ്രാഫ് ട്രാവേഴ്സിൽ പഠിച്ചു കഴിഞ്ഞിട്ട് അവരുടെ കോംപ്ലക്സിറ്റി പഠിക്കാൻ മറക്കരുത് കേട്ടോ. കോംപ്ലക്സിറ്റിയൊക്കെ അവിടെ വാല്യൂസ് കാണാതെ പഠിച്ചു വെക്കാൻ തൽക്കാലം നിർവാഹമുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഫസ്റ്റ് മൊഡ്യൂൾ ഒന്നും നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയത്തില്ലായിരിക്കും. സോ കോംപ്ലക്സിറ്റിയൊക്കെ കാണാതെ പഠിച്ചു വെച്ചേക്കാം. ഗ്രാഫ് ട്രാവേഴ്സിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പഠിക്കേണ്ടതാണ് സ്പാനിങ് ട്രീ. പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, സ്പാനിങ് ട്രീ മീൻസ് അതൊരു ട്രീ ആണ്. സ്പാനിങ് ട്രീ ട്രീയേ അല്ല, ഗ്രാഫിനകത്ത് വരുന്ന ഒരാളാണ് സ്പാനിങ് ട്രീ. സ്പാനിങ് ട്രീ, മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ, ഇതൊക്കെ ഗ്രാഫിനകത്ത് വരുന്ന കാര്യമാണ്. ഓക്കെ, എന്താണ് ഈ സ്പാനിങ് ട്രീ എന്ന് മനസ്സിലാക്കണം. സ്പാനിങ് ട്രീ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ എന്താണെന്ന് മനസ്സിലാക്കാം. ഈ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ ഒരു കുഞ്ഞു ഗ്രാഫിലൊക്കെ സോൾവ് ചെയ്യാൻ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വലിയൊരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ രണ്ട് അൽഗോറിതംസ് ഉണ്ട്, ക്രസ്കൽസ്, പ്രിംസ്. ഈ രണ്ട് അൽഗോറിതംസ് വെച്ചിട്ടാണ് നോർമലി മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഈ അൽഗോറിതംസിനെയാണ് പ്രോഗ്രാമിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നേരത്തെ BFSും DFSും പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ക്രസ്കൽസും പ്രിംസും കമ്പയർ ചെയ്ത് വേണം പഠിക്കേണ്ടത്. ഒരാൾ എഡ്ജസ് എടുക്കുന്നു, ഒരാൾ വെർട്ടിസസ് എടുക്കുന്നു. DFSനകത്ത് സ്റ്റാക്കും ക്യൂവും വരുന്നത് പോലെ ഇവിടെ എഡ്ജസും വെർട്ടിസസിലുമാണ് ഡിഫറൻസ് വരുന്നത്. ഇവിടെയും കമ്പയർ ചെയ്ത് തന്നെ ഈ രണ്ട് അൽഗോറിതംസ് പഠിക്കാം. ഓക്കെ, രണ്ടുപേരെയും ഒരേ ടൈമിൽ രണ്ട് അൽഗോറിതംസ് സ്റ്റെപ്സ് എഴുതിയിട്ട് പഠിക്കണം. പ്ലസ് ഒരാൾ ഇപ്പോൾ ക്രസ്കൽസിന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിച്ച് ഓക്കെ ആക്കി കഴിഞ്ഞിട്ട് ദെൻ പ്രിംസിന്റെ പ്രോബ്ലം ചെയ്ത് പഠിക്കാം. ഓക്കെ, രണ്ടുപേരുടെയും ആൻസർ സെയിം ആയിരിക്കും, ഏതെങ്കിലും ഒരാളായിരിക്കും ചോദിക്കുന്നത് എക്സാമിന്. നെക്സ്റ്റ്, ഷോർട്ടസ്റ്റ് പാത്ത്. ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ നല്ലൊരു അൽഗോറിതം ഉണ്ട്, ഡിജിക്സ്ട്രാസ് അൽഗോറിതം. ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനായിട്ട് ഡിജിക്സ്ട്രാസ് അൽഗോറിതം ചോദിക്കാനും ചാൻസ് കൂടുതലാണ്. സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് യൂസിങ് ഡിജിക്സ്ട്രാസ് അൽഗോറിതം അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇത് ഞാനിപ്പോൾ പറയുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ, അതായത് ഗ്രാഫ് മുതൽ താഴേക്ക് വരുന്ന ടോപ്പിക്സ്, ഇതൊക്കെ ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ തന്നെ ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, ടോപ്പോളജിക്കൽ സോർട്ടിംഗ് ആണ് ഇനി പെൻഡിങ് വരുന്ന ഒരു ടോപ്പിക്. ടോപ്പോളജിക്കൽ സോർട്ടിംഗ് പഠിക്കുക. അതിന് ഡാഗ് ആണ് സാധാരണ വരുന്നത്, ഡാഗ്, ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. ഗ്രാഫിനകത്ത് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് എന്താണെന്ന് ചോദിക്കാം. വാട്ട് ഈസ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ്? അങ്ങനെ ഒരു ഡയറക്റ്റ് ഡെഫിനേഷൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ അതിൻ്റെ അൽഗോറിതം ഉണ്ട്, ഈ അൽഗോറിതം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലേ എത്ര മൊഡ്യൂൾസ് പഠിച്ചു എന്നറിയോ? ഫസ്റ്റ് 2 മൊഡ്യൂൾസ് സ്കിപ്പ് ചെയ്തിട്ട് 3rd, 4th, 5th, 6th ഈ 4 മൊഡ്യൂൾസ് പഠിച്ചു കാണും. 4 മൊഡ്യൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്സ് കിട്ടും? പാർട്ട് സി, പാർട്ട് ഡി, പാർട്ട് ഇ, ഈ 3 പാർട്സിനകത്തായിട്ട് 70 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടും. അതായത് 70 മാർക്സിൻ്റെ ടോപ്പിക്സ് ആണ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഓക്കെ, ഈ 70 മാർക്സിൽ മിനിമം 60 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. കാരണം ഇവിടെയാണ് നിങ്ങൾക്ക് ജയിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിടക്കുന്നത്. തൽക്കാലം ആദ്യത്തെ 2 മൊഡ്യൂൾസ് മാറ്റി വയ്ക്കുക, 2 മൊഡ്യൂൾസിലേക്ക് കയറുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇത്രയും ടോപ്പിക്സ് ആണെന്ന് വിചാരിക്കുക. ഈ ടോപ്പിക്സ് തന്നെ വീണ്ടും പഠിക്കുക, വീണ്ടും പഠിക്കുക. അങ്ങനെ എത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നന്നായി പഠിച്ച് കഴിഞ്ഞിട്ട് അത് പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്, ഫസ്റ്റും സെക്കൻഡും പഠിക്കാനുണ്ട്. അത് ഞാൻ പറഞ്ഞത് തൽക്കാലം അത് മാറ്റി വെക്കുന്നു. പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്സ് ഇവിടെ നിന്ന് കിട്ടും. സോ എത്രത്തോളം നന്നായിട്ട് പഠിക്കാൻ പറ്റും, നിങ്ങളുടെ ബെസ്റ്റ് എടുക്കേണ്ട ടൈം ഇവിടെയാണ്. മാക്സിമം എഫേർട്ട് ഇവിടെ കൊടുത്തുകൊണ്ട് ഈ 4 മൊഡ്യൂൾസും പഠിക്കണം. ഓക്കെ, ഈ 4 മൊഡ്യൂൾസും പഠിച്ച് കഴിഞ്ഞിട്ട് മാത്രം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകാം. ഇവിടെ സേഫ് സോണിലൂടെ മാത്രം പോകുന്ന ടോപ്പിക്സ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഡെഫിനിഷൻസ് മാത്രം പഠിച്ചു വയ്ക്കാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് വേണം ആദ്യം പഠിക്കേണ്ടത്. ഫ്രം ദ ബിഗിനിങ് സബ്ജക്റ്റിൻ്റെ ആദ്യം പഠിക്കുന്നത് അൽഗോറിതം അനാലിസിസ്. അത് ഫസ്റ്റ് നോക്കണം.
എന്താണ് ഈ അൽഗോരിതം അനാലിസിസ്, ബെസ്റ്റ് കേസ് എന്താണ്, വേസ്റ്റ് കേസ് എന്താണ്, ആവറേജ് കേസ് എന്താണ്, അതുപോലെ ടൈം കോംപ്ലക്സിറ്റി എന്താണ്, സ്പേസ് കോംപ്ലക്സിറ്റി എന്താണ്. ടൈം കോംപ്ലക്സിറ്റിക്കകത്താണ് ബെസ്റ്റും വേസ്റ്റും ആവറേജും ഒക്കെ എടുക്കുന്നത്. അതൊക്കെ നോക്കുക. അസിംറ്റോട്ടിക് നൊട്ടേഷൻസ്, ഓ നൊട്ടേഷൻ, ഒമേഗ നൊട്ടേഷൻ, തീറ്റ നൊട്ടേഷൻ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പഠിക്കണം. ഇതിൻ്റെയൊക്കെ തിയറി സൈഡ് വേണം പഠിച്ചു വെക്കേണ്ടത്. അതുപോലെ തന്നെ ബി ട്രീ എന്താണ്, ബി ട്രീൻ്റെ പ്രോപ്പർട്ടീസ്. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഒരു 7 മാർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ ഏരിയയിൽ നിന്ന് ചോദിക്കും. നേരത്തെ തന്നെ 70 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 10 മാർക്സും കൂടെ ആകുമ്പോൾ 80 മാർക്സിലേക്ക് കയറാം. ഓക്കെ, ഇനി നിങ്ങളുടെ ഫ്രണ്ടിൽ ടൈം ഉണ്ടെങ്കിൽ ബാക്കി ടോപ്പിക്സ് കൂടെ പഠിക്കുക. മാസ്റ്റേഴ്സ് തിയറം പഠിക്കുക. അതുപോലെ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്, അതിൻ്റെ കോംപ്ലക്സിറ്റി, അതുപോലെ തന്നെ യൂണിയൻ, സെറ്റ് ഓപ്പറേഷൻ, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. ഇത് കഴിഞ്ഞിട്ട് ഐട്രേഷൻ, റിക്കർഷൻ. പ്രോഗ്രാമിംഗ് പഠിച്ച് നിങ്ങൾക്ക് നല്ല ബേസ് ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ എങ്കിൽ ഈ ഐട്രേഷനും റിക്കർഷനൊക്കെ നേരത്തെ തന്നെ പഠിക്കാം. അതിനൊരു തെറ്റുമില്ല. ഐട്രേഷനും റിക്കർഷൻ നന്നായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ നേരത്തെ പഠിക്കാം. അത് സേഫ് സോണാണ്. അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഐട്രേഷനും റിക്കർഷനൊക്കെ ലാസ്റ്റ് ടൈമിൽ നോക്കുക. അതായത് ഈ ടോപ്പിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നോക്കാം. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഐട്രേഷനും റിക്കർഷനൊക്കെ ഏറ്റവും ലാസ്റ്റ് മാത്രം നോക്കിയാൽ മതി. ഐട്രേഷൻ, റിക്കർഷൻ അവരുടെ പ്രോബ്ലംസ്. ഇനി 2 വലിയ ആൾക്കാർ ബാക്കിയിരിപ്പുണ്ട്, AVL ട്രീയും RBL ട്രീയും. ഹൈറ്റ് ബാലൻസ്ഡ് ട്രീസ് എന്ന് പറയാം. ഈ AVL ട്രീൻ്റെയും RBL ട്രീൻ്റെയും റൊട്ടേഷൻസും ആ കാര്യങ്ങളൊക്കെയാണ് ഇനി പഠിക്കേണ്ടത്. ഇതിലേക്ക് പോകാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം എൻ്റെ ഫേവറേറ്റ് ടോപ്പിക്സ് ആണ് ഈ AVL ട്രീ, അതിൻ്റെ റൊട്ടേഷൻ. അത് എനിക്കൊരു ട്രിക്ക് ഉണ്ട് പഠിക്കാനായിട്ട്, പക്ഷേ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാനുള്ള ഒരു ടൈമില്ല. തൽക്കാലം ആ കാര്യങ്ങളൊക്കെ മറന്നേക്കാം. ഈ 2 ടോപ്പിക്സും പഠിക്കാനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഡായിലേക്ക് പോകാം. ഓക്കെ, എന്തായാലും പഠിക്കേണ്ട ഓർഡർ അറിയാലോ. 6th മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക് ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 4th, 5th, 6th ഈ മൊഡ്യൂൾസ് ബാക്കിയൊക്കെ പഠിച്ചു വയ്ക്കുക. ഇവിടെ തന്നെ ഒരു കാര്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ. ഈ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ 3rd മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷനാണ്. അതുകൊണ്ട് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ പഠിക്കേണ്ടത് 3rd മൊഡ്യൂളിനകത്താണ്. ഗ്രാഫ് പഠിക്കുന്ന ടൈമിൽ ഗ്രാഫിൻ്റെ ട്രാവേഴ്സൽ പഠിക്കുന്നു, BFS, DFS. അത് കഴിഞ്ഞിട്ട് സ്പാനിങ് ട്രീ പഠിക്കുന്നു. സ്പാനിങ് ട്രീക്കകത്ത് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ പഠിക്കുന്നു. ഡിജിക്സ്ട്രാസ് അൽഗോരിതം പഠിക്കാനുണ്ട്, ഔട്ട്പെയർ ഷോർട്ടസ്റ്റ് പാത്തിനകത്ത്. അത് പഠിക്കണം. പിന്നെന്താ പഠിക്കേണ്ടേ? ക്രസ്കൽസും പ്രിംസും പഠിക്കണം. ഓക്കെ, ഒരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞ ഓർഡർ ഒന്ന് മാറ്റി പഠിക്കരുത്. ഞാൻ പറഞ്ഞു ഐട്രേഷനും റിക്കർഷനും നേരത്തെ പഠിക്കാം, അത് സാരമില്ല. പക്ഷേ അത് പ്രോഗ്രാമിങ്ങിൻ്റെ സ്കില്ലുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം. ബാക്കി ടോപ്പിക്സ് ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. ഇടയ്ക്കൊന്ന് സ്ലോ ആകും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് നിങ്ങളിത് ചലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പിക്സ്, ആ ബെൽമാൻ ഫോർഡൊക്കെ എത്തുന്ന ടൈമിലൊന്ന് സ്ലോ ആകും, സ്ട്രാസൻസ് എത്തുന്ന ടൈമിലും സ്ലോ ആകും. പക്ഷേ അത് സമയമില്ല, നമ്മുടെ ഫ്രണ്ടിൽ വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് പഠിച്ച് തീർക്കണം എന്നുള്ള കാര്യം വെച്ചിട്ട് ഒരു ചലഞ്ചാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ പറ്റും. തീർച്ചയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്കില്ലുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എക്സാം നന്നായിട്ട് എഴുതാം, പാസ്സാകാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.